സ്നേഹനന്ദനങ്ങൾ പ്രിയമുള്ളവരെ, പാഠഭേദത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടി എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഒത്തിരി വാർത്തകൾ, കൗതുകമുളവാക്കുന്ന വാർത്തകളാണ് ഈ ആഴ്ചകളിൽ മുഴുവൻ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിലും അങ്ങനെയാണ്, വാർത്താ മാധ്യമങ്ങൾക്ക് വാർത്തകൾക്ക് ഒരു പഞ്ഞവുമില്ല. ഒന്ന് മാറുമ്പോൾ, ഒന്ന് പഴകുമ്പോൾ പുതിയതുണ്ടായിക്കൊണ്ടിരിക്കും. 72 ദിവസങ്ങൾക്ക് ശേഷം അർജുൻ്റെ മൃതശരീരം ലഭിച്ചത് വലിയ വാർത്തയാണ്. അതിലും വലിയ വാർത്ത ഇന്ന് കേട്ടു. 56 വർഷങ്ങൾക്ക് ശേഷം മരിച്ചുപോയ സൈനികൻ തോമസ് ചെറിയാൻ്റെ മൃതദേഹം തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഹിമാചൽ പ്രദേശിലെ റോത്തങ് പാസിൽ 102 സൈനികരുമായിട്ട് പറന്ന വ്യോമസേന വിമാനം 1968 തകർന്നു വീണത്. മഞ്ഞ മലകൾക്ക് ഇടയിൽ ചിതറിപ്പോയ മൃതദേഹങ്ങൾ, അവയിൽ ഇന്നും പലതും ലഭിക്കാൻ ബാക്കിയാണ്. അതിലൊന്നായിരുന്നു തോമസ് ചെറിയാൻ്റെ മൃതദേഹം. അത് കണ്ടെത്തിയിരിക്കുന്നു. അന്ന് തോമസ് ചെറിയാൻ മരിക്കുമ്പോൾ 12 വയസ്സുണ്ടായിരുന്ന സഹോദരി ഇന്ന് 56 വർഷങ്ങൾക്ക് ശേഷം പ്രായമായിരിക്കുന്നു. സഹോദരങ്ങൾക്കൊക്കെ മൃതദേഹം കിട്ടിയതിൽ സന്തോഷവും, എന്നാൽ 56 വർഷങ്ങൾക്ക് മുമ്പ് നഷ്ടപ്പെട്ട സഹോദരനെക്കുറിച്ചുള്ള നൊമ്പരങ്ങളും ഒക്കെ ബാക്കിയാണ്. കരയണോ അതോ സന്തോഷിക്കണോ എന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ കുടുംബാംഗങ്ങൾ ഒക്കെ ആയിരിക്കുന്നു. ഈ വാർത്തകളൊക്കെ നമുക്ക് വളരെ വ്യത്യസ്തതയുള്ള വാർത്തകളായി തോന്നാം. അതുകൊണ്ട് പാഠഭേദത്തിൽ ഈ വാർത്തകളെക്കുറിച്ച് 2 വാക്ക് പറഞ്ഞു തുടങ്ങാം എന്ന് ചിന്തിച്ചു. മരണാനന്തര ചടങ്ങുകൾ, ഇതൊക്കെ ഈ ദിവസങ്ങളിൽ പലപ്പോഴും വിവാദമാകുകയാണല്ലോ. മരണാനന്തരം നടന്ന ഒരു അനുശോചന പ്രസംഗമാണ് ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത്. മറ്റാരുടെയുമല്ല, സഹാവ് സീതാറാം യെച്ചൂരിയുടെ അനുശോചന മീറ്റിങ്ങിൽ ലോകസഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി നടത്തിയ ചില പരാമർശങ്ങൾ. രാഹുൽ ഗാന്ധിയുടെ വാക്കുകളെ ഭാഗികമായി ഞാൻ അംഗീകരിക്കുമ്പോൾ തന്നെ ചില പദങ്ങൾ അവയുണ്ടാക്കുവാൻ സാധ്യതയുള്ള ഒരു സ്വാധീനത്തെക്കുറിച്ച് എൻ്റെ ആശങ്കയോടെ രേഖപ്പെടുത്തുവാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ഉപയോഗിക്കുന്നത്. രാഹുൽ ഗാന്ധി സീതാറാം യെച്ചൂരിയെക്കുറിച്ചുള്ള തൻ്റെ ഓർമ്മകൾ പങ്കുവെക്കുമ്പോൾ സീതാറാം യെച്ചൂരിക്കുണ്ടായിരുന്ന പുകവലി ശീലത്തെക്കുറിച്ച് പറഞ്ഞു. പലപ്പോഴും രാഹുൽ ഗാന്ധി അദ്ദേഹത്തെ കാണുമ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുകയും ഇത് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുകയും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ കരുത്തനായ ആ കമ്മ്യൂണിസ്റ്റ് നേതാവിന് ഒരിക്കലും നിർത്താൻ പറ്റാത്ത ഒരു സ്വഭാവമായിരുന്നു തൻ്റെ പുകവലി ശീലം. അവസാനമായി യെച്ചൂരിയെ കാണുമ്പോൾ തൻ്റെ അമ്മ സോണിയാഗാന്ധിയെ കാണുവാൻ തൻ്റെ വീട്ടിലെത്തിയപ്പോൾ സീതാറാം യെച്ചൂരി ചുമച്ചുകൊണ്ടേയിരുന്നു. അദ്ദേഹത്തോട് ഹോസ്പിറ്റലിൽ പോകുവാൻ നിർബന്ധിച്ചതായിട്ടൊക്കെ രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. സീതാറാം യെച്ചൂരിയുടെ മരണം ശ്വാസകോശ സംബന്ധമാകുന്ന അണുബാധ, ഇൻഫെക്ഷൻസ് ആണെന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കേട്ടതാണ്. പുകവലി അതിനൊരു കാരണമായി തീർന്നോ എന്ന് കമൻ്റ് പറയുവാൻ ഞാൻ ആളല്ല. എന്നാൽ നാളുകളായിട്ട് തനിക്ക് ചുമയും ശ്വാസകോശ സംബന്ധമാകുന്ന പ്രശ്നങ്ങളും ഉണ്ടായിരുന്നെന്ന് വാർത്താമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. സീതാറാം യെച്ചൂരിയുടെ പുകവലി ശീലത്തിൻ്റെ യാഥാർത്ഥ്യം എന്തെന്നറിയാൻ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടപ്പോൾ ഞാൻ വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെ സെർച്ച് ചെയ്തപ്പോൾ യെച്ചൂരിയുടെ പുകവലി ശീലം വളരെ പണ്ടേ കുപ്രസിദ്ധമാണെന്നുള്ള വിവരങ്ങളാണ് ഗൂഗിൾ ചേട്ടൻ എനിക്ക് നൽകിയത്. പ്രധാനപ്പെട്ട ചില ദേശീയ മാധ്യമങ്ങളിൽ പണ്ടെന്നൊക്കെയോ വന്ന ചില വാർത്തകൾ. അതിൽ ഒന്നാണ് സീ ന്യൂസ് പബ്ലിഷ് ചെയ്ത ഒരു വാർത്ത. മുംബൈയിലെ കോടതി മുറിയിൽ അല്ലെങ്കിൽ കോടതിയുടെ പ്രിമിസസിൽ വരാന്തയിൽ നിന്നുകൊണ്ട് സീതാറാം യെച്ചൂരി പുകവലിച്ചു. കോടതി വളപ്പ് പുകവലി നിരോധിത മേഖലയാണ്. പക്ഷേ യെച്ചൂരി പുകവലിക്കുന്നതിൻ്റെ ഒരു ദൃശ്യം വളരെ ദൂരത്ത് നിന്ന് ഏതോ ഒരു ഫോട്ടോഗ്രാഫർ പകർത്തി. ഇങ്ങനെയാണ് ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളത്. കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ ഇടയിലെ കുപ്രസിദ്ധമാകുന്ന പുകവലി ശീലത്തെക്കുറിച്ച് Rediff.com
പബ്ലിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളിൽ പറയുന്നത് സീതാറാം യെച്ചൂരിയും പഴയ ബംഗാളിൻ്റെ മുഖ്യമന്ത്രി ബുദ്ധദേവ് ഭട്ടാചാര്യയും ഒക്കെ ഭയങ്കര പുകവലിക്കാരായിരുന്നുവെന്നും എന്നാൽ ക്യാമറയുടെ കണ്ണുകളിൽ പെടാതെ പുകവലിക്കുവാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കുമായിരുന്നെന്നുമൊക്കെയാണ് റെഡീഫുകാരൻ എഴുതി വെച്ചത്. റെഡീഫുകാരൻ ഒരു വലിയ ലിസ്റ്റ് തന്നെ നൽകി മിടുക്കന്മാരായ കമ്മ്യൂണിസ്റ്റ് പുകവലിക്കാരെ കുറിച്ച്. അതിനകത്ത് മലയാളികളുടെ പേരൊന്നും കണ്ടില്ല എന്ന് ഞാൻ സന്തോഷിക്കുന്നു. ഇങ്ങനെയാണ് റെഡീഫുകാരൻ എഴുതിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് മാർക്സിസ്റ്റുകൾ ഒത്തിരി പുകവലിക്കുന്നത്? പ്രമോദ് ദാസ് ഗുപ്ത, അദ്ദേഹം ബർമീസ് സിഗരറ്റുകളായിരുന്നു വലിക്കുന്നത്. സാധാരണ നമ്മുടെ നാട്ടുകാരൊന്നും വലിക്കാത്ത തരത്തിലുള്ള സിഗരറ്റ്. ജ്യോതി ബാസു, അതുപോലെ തന്നെ ബുദ്ധദേവ് ഭട്ടാചാര്യ, സീതാറാം യെച്ചൂരി, ഇവരെക്കുറിച്ചൊക്കെ ഈ ആർട്ടിക്കിളിൽ പറയുന്നു. ഇവരൊക്കെ ജവഹർലാൽ നെഹ്റുവിനെ പോലെ തന്നെ ക്യാമറയിൽ പെടാതെ പുകവലിക്കുവാൻ മിടുക്കരായിരുന്നു എന്ന് മാധ്യമം എഴുതി വച്ചിരിക്കുന്നു. കുറേ വാർത്തകൾ പിന്നെയുമുണ്ട്. ഇന്ത്യ ടി വിയിൽ വന്ന ഒരു വാർത്തയാണ്. ഹൈദരാബാദിൽ പാർട്ടി മീറ്റിങ്ങിന് പോയ സീതാറാം യെച്ചൂരി പ്രഗതി നഗർ എന്ന് പറയുന്ന ഹൈദരാബാദിലെ ഒരു പഞ്ചായത്തിൽ, ആ പഞ്ചായത്തിൻ്റെ പ്രത്യേകത ആ ദേശം മുഴുവൻ പുകവലി നിരോധിത മേഖലയാണ്. ആ ദേശക്കാർ ആരും പുകവലിക്കുകയോ മദ്യപിക്കുകയോ ചപ്പുചവറുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ തെരുവിലെറിയോ ചെയ്യത്തില്ല എന്ന് ഉറച്ച തീരുമാനമുള്ള ഒരു നാട്ടുകാരാണ്. പ്രഗതി നഗറിൽ സീതാറാം യെച്ചൂരി ചെന്ന് പുകവലിക്കുവാൻ ശ്രമിച്ചുവെന്നും അവിടുത്തെ ഒരു ടാക്സി ഡ്രൈവർ അദ്ദേഹത്തെ എതിർത്തുവെന്നും യാതൊരു സങ്കോചവും കൂടാതെ ടാക്സി ഡ്രൈവറുടെ എതിർപ്പിനെ സ്വീകരിച്ച് സീതാറാം യെച്ചൂരി ആ സിഗരറ്റ് എറിഞ്ഞു കളഞ്ഞുവെന്നും ചിരിച്ചുകൊണ്ട് അത് കൊള്ളാം എന്നുമൊക്കെ പറഞ്ഞെന്നാണ് ഇന്ത്യ ടി വി എഴുതിയിരിക്കുന്നത്. അങ്ങനെ കുറേ വാർത്തകൾ. ചുരുക്കി പറഞ്ഞാൽ സ്മോക്കിങ്ങിനെ കുറിച്ച്, സീതാറാം യെച്ചൂരിയുടെ സ്മോക്കിങ്ങിനെ കുറിച്ച് രാഹുൽ ഗാന്ധി പറഞ്ഞപ്പോഴല്ല, അതിനൊക്കെ മുമ്പ് തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയിരുന്നു. ഇനിയും എനിക്ക് രാഹുൽ ഗാന്ധി പറഞ്ഞ വാക്കുകളെക്കുറിച്ച് എൻ്റെ അഭിപ്രായ വ്യത്യാസവും എവിടെയൊക്കെ ഞാൻ അനുകൂലിക്കുന്നു എന്നും പടവാനാണ് ശ്രമിക്കുന്നത്. രാഹുൽ ഗാന്ധി തൻ്റെ പ്രസംഗത്തിൽ പറയുന്നു, സ്ട്രെസ്സ് വരുമ്പോൾ സ്ട്രെസ്സ് ഒഴിവാക്കാൻ വേണ്ടി സീതാറാം യെച്ചൂരി സിഗരറ്റ് വലിച്ചാണ് സ്ട്രെസ്സിനെ ജയിച്ചത് എന്ന ഒരു പരാമർശത്തോടു കൂടിയാണ് സീതാറാം യെച്ചൂരിയുടെ പുകവലി ശൈലത്തെക്കുറിച്ച് താൻ പറഞ്ഞു തുടങ്ങുന്നത്. സ്ട്രെസ്സ് വരുമ്പോൾ പുകവലിച്ചാൽ അല്ലെങ്കിൽ സിഗരറ്റ് വലിച്ചാൽ സ്ട്രെസ്സ് മാറിക്കിട്ടുമോ എന്ന ഒരു ചോദ്യം ഞാൻ മുൻപിലേക്ക് വെക്കുകയാണ്. കള്ളുകുടിയന്മാരൊക്കെ പറയാറില്ലേ, സങ്കടം കൊണ്ടാണ്, ടെൻഷൻ കൊണ്ടാണ്, സമാധാനം കിട്ടാനാണ് കള്ളു കുടിക്കുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ സിഗരറ്റ് വലിക്കുന്നത്. ഈ കള്ളു കുടിച്ചത് കൊണ്ടോ സിഗരറ്റ് വലിച്ചത് കൊണ്ടോ ആർക്കെങ്കിലും സമാധാനം കിട്ടിയ ചരിത്രമുണ്ടോ? അല്ലെങ്കിൽ സ്ട്രെസ്സ് മാറിയ ചരിത്രമുണ്ടോ? പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കുകയല്ലേ ഉള്ളൂ. പുകവലിച്ച് ശ്വാസകോശം നശിച്ച്, നമ്മുടെ അഡ്വർടൈസ്മെൻറ്റിൽ നമ്മൾ കാണുന്നത് പോലെ ശ്വാസകോശം സ്പോഞ്ച് പോലെയായി അകത്ത് കറുത്ത പുകക്കട്ടകൾ നിറയുകയല്ലാതെ എന്ത് സമാധാനമാണ്, എന്ത് സ്ട്രെസ് ഫ്രീ സൊല്യൂഷനാണ് സിഗരറ്റ് തരുന്നതെന്ന് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. എന്തായാലും സീതാറാം യെച്ചൂരി സ്ട്രെസ്സ് മാറ്റാൻ വേണ്ടി സിഗരറ്റ് വലിച്ച് സ്ട്രെസ്സിനെ ജയിച്ചു എന്ന വാചകത്തോട് ഞാൻ പ്രതിഷേധിക്കുകയാണ്. രാഹുൽ ഗാന്ധി പറഞ്ഞതിൻ്റെ സത്യസന്ധത ഞാൻ മനസ്സിലാക്കുന്നു. അടുത്ത വാചകത്തിൽ അദ്ദേഹം പറഞ്ഞു, ഈ ശീലം മാറ്റണമെന്ന് പല പ്രാവശ്യം സീതാറാം യെച്ചൂരിയോട് താൻ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ യെച്ചൂരിക്ക് ജയിക്കാൻ പറ്റാത്ത ഒറ്റൊരു സ്വഭാവം ഇതായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ സ്ട്രെസ്സിനെ ജയിക്കുന്നു എന്ന ചിന്ത കൊണ്ട് അദ്ദേഹത്തിന് സ്ട്രെസ്സ് കൂടുതൽ കാണും. കാരണം രാഷ്ട്രീയ പ്രവർത്തകർ എന്ന് പറഞ്ഞാൽ, രാഹുൽ ഗാന്ധി തന്നെ ആ ഒരു അനുശോചന സന്ദേശത്തിൽ പറയുന്നു, ഒരു രാഷ്ട്രീയക്കാരനെ അവൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം അവനിലെ നല്ല മനുഷ്യനെയല്ല പുറത്തേക്ക് കൊണ്ടുവരുന്നത്, അവനിലെ നന്മയല്ല പുറത്തേക്ക് കൊണ്ടുവരുന്നത്, കൂടുതൽ തിന്മകൾ പുറത്തേക്ക് കൊണ്ടുവരുവാൻ കാരണമായി തീരും. എന്തായാലും വലിയ സ്ട്രെസ്സുള്ള ഒരു കാര്യം യെച്ചൂരി ചെയ്തതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്ട്രെസ്സ് കുറഞ്ഞില്ല, സിഗരറ്റ് വലി മാറ്റിയില്ല, ചുമച്ച് ശ്വാസകോശത്തിന് അണുബാധയൊക്കെ പിടിച്ച് അദ്ദേഹം ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു. അതുകൊണ്ടാണോ അദ്ദേഹം മരിച്ചതെന്ന് എനിക്ക് അറിയില്ല. എന്നാൽ ഇതൊരു മുന്നറിയിപ്പാണ്. രാഷ്ട്രീയ പാർട്ടിക്കാരാണെങ്കിലും അല്ലെങ്കിലും
പുകവലി പോലെയുള്ള ശീലങ്ങൾ അവോയ്ഡ് ചെയ്യുക. അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ട്രെസ്സിൽ നിന്നുള്ള മോചനമൊന്നും തരികയില്ല. അവസാനം ചുമച്ച് മരിക്കും എന്നല്ലാതെ അതിലപ്പുറമായിട്ടുള്ള ഗുണങ്ങൾ ഒന്നും തരികയില്ല. പണ്ട് ഈ പറഞ്ഞതുപോലെ റെഡീഫുകാരൻ ചോദിച്ച ചോദ്യം, മാർക്സിസവും പുകവലിയും തമ്മിൽ എന്താണ് ബന്ധം? എനിക്കറിയില്ല. ചെഗുവേര മുതൽ ഇങ്ങോട്ട് കയ്യിൽ ചുരുട്ടി പിടിച്ചുള്ള ഫോട്ടോകൾ പണ്ടൊക്കെ നമ്മൾ കാണുമായിരുന്നു. പക്ഷേ ആധുനിക മാർക്സിസ്റ്റുകൾ അല്പം കൂടെ ബുദ്ധിയുള്ളതായതുകൊണ്ട് ചെഗുവേരയുടെ ചുരുട്ടി പിടിച്ച ഫോട്ടോകൾ ഈ കാലത്ത് വളരെ കുറവാണ് ഉപയോഗിക്കുന്നത്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ ചെഗുവേര ചിത്രങ്ങളിലൊക്കെ ആ ചുരുട്ടും കൂടെ കാണുമായിരുന്നു. ഇപ്പോൾ ചുരുട്ടില്ലാത്ത പിക്ചറുകളാണ് കൂടുതൽ ഉപയോഗിക്കുന്നതെങ്കിലും ഈ പറയുന്ന പുകവലി ശീലം, മൾബറോ മനുഷ്യൻ എന്ന് പറയുന്ന ആ ഒരു പുകവലിയുടെ ഐക്കൺ എന്ന് നമുക്ക് വിളിക്കുവാൻ കഴിയുന്ന, ആ കാലഘട്ടത്തിലെ പൗരുഷത്തിൻ്റെ ഐക്കൺ എന്ന് വിളിക്കുവാൻ കഴിയുന്ന 70s ആ ചിത്രങ്ങൾ ഒക്കെ പോലെ തന്നെ ചെഗുവേരയും മൾബറോ മനുഷ്യനും ഒക്കെ പോലെ തന്നെ ആളുകൾക്കിടയിൽ എങ്ങനോ ഒരു തെറ്റിദ്ധാരണയുണ്ട്. കയ്യിൽ കത്തിച്ചു പിടിച്ചിരിക്കുന്ന സിഗരറ്റോ ചുരുട്ടോ ഒക്കെയാണ് പൗരുഷത്തിൻ്റെ ലക്ഷണമെന്ന്. കമ്മ്യൂണിസ്റ്റുകൾക്ക് അല്പം പൗരുഷമുണ്ടെന്ന് വെളിപ്പെടുത്താനായിരിക്കാം ഇതിൻ്റെയൊക്കെ പിന്നാലെ പോകുന്നത് എന്ന് ഞാൻ ചിന്തിച്ചാൽ എന്നെ കുറ്റം കുറവാൻ കഴിയില്ല, മറക്കാൻ പറ്റത്തില്ല. ബംഗാളിലെ കമ്മ്യൂണിസ്റ്റുകളെ കുറിച്ചാണ് റെഡീഫുകാരൻ എഴുതിയതെങ്കിൽ കേരളത്തിലെ കമ്മ്യൂണിസത്തെക്കുറിച്ച് അവർക്ക് അറിവില്ലാത്തത് കൊണ്ട് ആകാം ദിനേശ് വീടിയും കട്ടൻ കാപ്പിയും പരിപ്പുവടിയും ഒക്കെ ചേർന്നതാണ് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ളത് നമ്മുടെ ഇടയിൽ പരക്കെ അറിയുന്ന, നാം മറക്കാത്ത സത്യങ്ങളാണ്. കമ്മ്യൂണിസ്റ്റ് ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ഏത് മനുഷ്യനാണെങ്കിലും മതമോ ജാതിയോ പാർട്ടിയോ നോക്കാതെ ഒരു ചെറിയ ഉപദേശം, പുകവലി പോലുള്ള ശീലങ്ങൾ ഉപേക്ഷിക്കുക. രാഹുൽ ഗാന്ധിയോട് ആ കാര്യത്തിൽ ഞാൻ യോജിക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, സീതാറാം യെച്ചൂരിയെ ഉപദേശിച്ചത് ശരിയാണ്. എന്നാൽ സ്ട്രെസ് ഒഴിവാക്കാൻ ഇതുകൊണ്ട് കഴിയുമെന്നുള്ള ഒരു സന്ദേശം അബദ്ധത്തിൽ പോലും ആരും സ്വീകരിക്കരുത്. അങ്ങനെ സംഭവിക്കുന്നില്ല. നിങ്ങളുടെ പ്രശ്നങ്ങൾ കൂടുക മാത്രമേ ഉള്ളൂ ഇത്തരം ശീലങ്ങൾ കൊണ്ട്. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. ഹാവ് എ വണ്ടർഫുൾ ടൈം.